ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മുമ്മയായിട്ട് അന്ന് പിന്നെ മഞ്ഞുകാലം വന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മുമ്മ എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ അമ്മയായിട്ട് അന്ന് കുട്ടിക്കാലമായിട്ട് അന്ന് അന്ന് തണുപ്പുള്ള കാലത്ത് ഞങ്ങൾ ഇങ്ങനെ തേയിലവെള്ളം ഇടും. അങ്ങനെ പണ്ട് ഞങ്ങളിങ്ങനെ മഞ്ഞുകാലം വരുമ്പോൾ ഞങ്ങളിങ്ങനെ പിന്നെ തണുപ്പ് മാറാനായിട്ട് ഞങ്ങളിങ്ങനെ പിന്നെ തീ ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇങ്ങനെ ചപ്പൊക്കെ കൂട്ടി എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ഒരു അടുപ്പൊക്കെ കൂട്ടിയിട്ട് അന്ന് തേയിലവെള്ളവും ഒക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ചാമ്മയായിട്ട് ഞങ്ങളന്ന് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലം ഇപ്പോൾ ഇല്ല. ഇപ്പം ചൂടിൻ്റെ ചൂട്, തണുപ്പിൻ്റെ തണുപ്പ്, അങ്ങനെ ഒരു കാലമായി കഴിഞ്ഞ്. അന്ന് ഇതുപോലെ ചപ്പൊക്കെ കൂട്ടി വെക്കും. 4 മണി അങ്ങനെ റെക്കോർഡ് ഇടുന്ന സമയത്ത് 4 മണി ആകുമ്പോൾ ഇതുപോലെ ചപ്പൊക്കെ കൂട്ടിയിട്ട് ഈ മഞ്ഞുകാലം, വൃശ്ചികമാസത്തിൽ മഞ്ഞുകാലവും അങ്ങനെ ജനുവരി അവസാനം ഇതൊക്കെ സമയത്ത് വെളുപ്പാങ്കാലത്ത് 4 മണിക്കും 5 മണിക്കും 5 വരെ കൂടി 6 മണി വരെ ചപ്പിന് തീയിട്ട് തീയും കാച്ചി ഇതിൻ്റെ ഇപ്പുറത്ത് അടുപ്പം കൂട്ടി തേയിലവെള്ളം അനത്തി ഞങ്ങൾ കുടിക്കാമായിരുന്നു. ഓൾറെഡി കുട്ടിക്കാലം ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ 52 വയസ്സാകാൻ പോകുന്നു. ഇപ്പോൾ അന്നൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അന്ന് ആ തണുപ്പ് വരുമ്പോഴും ഞങ്ങൾ ഇറങ്ങി നടക്കുന്ന എൻ്റെ അമ്മുമ്മ ഉള്ള കാലത്ത്, എൻ്റെ അച്ഛൻ്റെ അമ്മ ഉള്ള കാലത്ത് അന്ന് അടുപ്പം കൂട്ടി ഞങ്ങൾ ആ ഒരു തേയില വെള്ളവും കുടിച്ച് പിന്നെ ആ ചൂടും ചൂട് കാച്ചി എന്നാ പറയുന്നത്. എൻ്റെ ചൂട് കാച്ചി എന്ന് അങ്ങണ്ടാ പറയുന്നത്. പിന്നെ അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ കൈയൊക്കെ നൂത്തിങ്ങനെ പിടിക്കും. കൈ ഇങ്ങനെ നൂത്തി പിടിക്കും. കാലൊക്കെ നൂത്തിങ്ങനെ നോക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് തൊട്ടടുത്ത് അടുപ്പ് കൂട്ടിയിട്ട് ആ അടുപ്പ് വെള്ളത്തിൽ തേയില വെള്ളം വെക്കും. ചൂടുവെള്ളം. എന്നിട്ട് തേയിലയും പഞ്ചാരയും കൊണ്ടുവന്ന് വെച്ച് ആ സമയത്ത് ഈ ചൂടും കൊള്ളും, ഈ കാപ്പിയും കുടിച്ചിട്ടാണ് ഞാനും എൻ്റെ അച്ചാമ്മയും കൂടെ പെരയ്ക്കകത്തോട്ട് കയറുന്നത്. അന്നെന്ന് പറഞ്ഞാൽ അന്ന് ഓലപ്പരയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആ കുട്ടിക്കാലത്തൊന്ന് ഓലപ്പരയിൽ അന്ന് മൂത്തേടുത്ത കണ്ടത്തിൽ നിന്ന് ചെളി കുത്തിക്കൊണ്ടുവന്ന് എൻ്റെ അമ്മയും എൻ്റെ അമ്മുമ്മയും കൂടെ അന്ന് വീട് വെച്ചൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ കാലം മാറി, കമ്പ്യൂട്ടറായി, ഫോണായി, പിള്ളേർക്ക് വേണ്ടത് എല്ലാം വീട്ടിൽ തന്നെ എത്തും. കഞ്ചാവും മയക്കുമരുന്നും ഗുണ്ടായുസവും മനുഷ്യരെ അറിയാൻ വയ്യ, അച്ഛനെ അമ്മ അറിയാൻ വയ്യ, മക്കളെ അറിയാൻ വയ്യ, നാട്ടുകാരെ അറിയാൻ വയ്യ, വീട്ടുകാരെ അറിയാൻ വയ്യാത്ത ലോകമായി മാറി. അന്ന് ഗുരുസ്വാമി പറഞ്ഞത് ഈ കേരളം ഭ്രാന്താലയമാകൂ എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. നമ്മുടെ ഇപ്പം എനിക്ക് 49, 48, 49, 50 ഒക്കെ ആയിരിക്കും. എന്തായാലും 50 മേളില്ല, 50 താഴോട്ടേ ഉള്ളൂ. 48നും 50നും ഇടയ്ക്ക് എന്തായാലും ഉള്ളൂ. ഓക്കെ, ശരി. ഫ്രണ്ട്സ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.